ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാന്നാ പറഞ്ഞത്. മോഷനിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. റിലേറ്റീവിന്റെ വൈഫിനെ പുനർജനിലേക്കാണ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് മെഡിസിൻ എടുത്തപ്പോൾ ക്യൂറായിട്ട് വന്നു. ഡേ ബൈ ഡേ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ക്യൂറായിട്ട് വന്നായിരുന്നു. ഓൾറെഡി 3 വട്ടം വന്നായിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ്. ഇപ്പോൾ വളരെ നോർമലായി. ഇപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. ഇവര് 3 പ്രാവശ്യം മരുന്ന് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോ 4ാമത്തെ തവണയാണ്. എന്തൊക്കെ ചേഞ്ചസ് ഇവർക്ക് വന്നു എന്നും ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും ഇവർക്ക് മനസ്സിലായത് നമുക്ക് ചോദിക്കാം. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും നമുക്ക് പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം, സാറിന്റെ പേര്? നമസ്കാരം. എന്റെ പേര് ശ്രീനിവാസൻ. പേഷ്യന്റ് പേരെന്താ? ചന്ദ്രമൗലി. വയസ്സ് എത്രയുണ്ട്? 80 ഉണ്ടാവും. നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? കാമറെഡ്ഡി. സാറിന്റെ ആരാ പേഷ്യന്റ്? എന്റെ അമ്മയാണ്. അമ്മായിയമ്മ. ഓക്കെ. എന്ത് ക്യാൻസർ ആണെന്നാ പറഞ്ഞത്? കൊളൻ ക്യാൻസർ. കോളൻ ക്യാൻസർ. ഓക്കെ. എപ്പോ തൊട്ടുണ്ട് സാർ? റിസൾട്ട് വന്നിട്ട് ഒരു വർഷമായിക്കണം മാഡം. ഓക്കെ. ഹോസ്പിറ്റലൊക്കെ നോക്കിയായിരുന്നു. ഓക്കെ. അവര് പറഞ്ഞിട്ട് സർജറി ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ഈ പുനർജൻ ഹോസ്പിറ്റലിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഓക്കെ. പേഷ്യന്റിനെയും കൂടെ കൂട്ടിയിട്ടാണ് വന്നത്. ഇപ്പൊ 3 പ്രാവശ്യം വന്നു കഴിഞ്ഞു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഓക്കെ. ഓരോ ഡോസ് കഴിയുമ്പോഴും അവർക്ക് ചെറുതായിട്ട് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഓക്കെ. നന്നായിട്ട് ക്യൂറാവാൻ തുടങ്ങി. ഓക്കെ. ഇതിപ്പോ 4ാമത്തെ വിസിറ്റ് ആണ്. സർ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതെങ്ങനെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിംഗ് അത് സ്റ്റേജ് എന്നൊക്കെ? ആക്ച്വലി ശരീരമൊക്കെ വളരെ വീക്കായി പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ കീമോതെറാപ്പിയും റേഡിയേഷനൊക്കെ കൊടുത്തപ്പോൾ ഒന്നും കൂടെ വീക്കായി പോയി. ഇവിടെ നിന്നുള്ള മെഡിസിൻ എപ്പോൾ തൊട്ട് എടുക്കാൻ തുടങ്ങിയോ അപ്പോൾ തൊട്ട് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നടക്കാൻ തുടങ്ങി. ഈയിടെയായിട്ട് അവർ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. പ്രോബ്ലംസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നടക്കാൻ കഴിയില്ല, തല കറക്കം. ഇപ്പോ പഴയ പോലെ എല്ലാം നോർമലായി, പ്രശ്നങ്ങളൊന്നുമില്ല. മോഷനിൽ കൂടെ ബ്ലഡ് വരുന്നത് അതുകൂടി ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഇപ്പൊ ആള് പെർഫെക്റ്റ് ആണ്. നോർമൽ ആളുകളെ പോലെ തന്നെ മരുന്ന് കഴിച്ചപ്പോ നല്ല രീതിയിലാണ്. അതെ. സാറിന്റെ അമ്മായിയമ്മയല്ലേ? അവർക്ക് ഈ ക്യാൻസർ വന്നപ്പോ ഉണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ സർ? നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായത് ഇതിന്റെ ലക്ഷണം? അതെന്താന്ന് പറഞ്ഞാ മോഷനില് ബ്ലഡ് വന്നിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റലിൽ നിന്ന് ബയോപ്സി എടുത്തായിരുന്നു. ക്യാൻസർ ആണെന്ന് പറഞ്ഞു അവര്. അതിനുശേഷം 2-3 തവണ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താലും റിസ്ക് ആണെന്നാ പറഞ്ഞത്. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതുപോലുള്ള മാറ്റങ്ങൾ വന്നപ്പോ പേഷ്യന്റിന് ഒരു വിശ്വാസം ഉണ്ടായല്ലോ. എന്തെങ്കിലും പറഞ്ഞിരുന്നോ സാറിനോട് ഇതിനെ പറ്റി? ഇനി ഓപ്പറേഷനൊന്നും ആവശ്യമില്ല, ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതേ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലേ? കീമോതെറാപ്പി വേണ്ടെന്ന് പറഞ്ഞു. കീമോതെറാപ്പി വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് അവര് പറഞ്ഞു. ഓക്കെ. ഇവിടെ വരുന്നതിന് മുമ്പ് സാറിന്റെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു ആയുർവേദത്തെ പറ്റിയൊക്കെ? ക്യാൻസർ എന്ന് പറയുന്നത് വളരെ അപകടകരമാണല്ലോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇത് ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി. എനിക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾ ഇതിനെപ്പറ്റി നല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്ന് നോക്കി, ഞങ്ങൾക്ക് ഇത് പോസിറ്റീവായി തോന്നി. അതിനുശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും അതിന്റെ ഗ്രോത്ത് ഒക്കെ വളരെ ചെറുതായിട്ട് വന്നു. മുഴയുടെ അളവൊക്കെ ചെറുതായിരുന്നു. ആ മുഴ വന്നിട്ട് 1 മില്ലിമീറ്റർ അളവില് ചെറുതായി വന്നു. പിന്നീട് ഞങ്ങള് സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോ 4th ടൈം ആണ്. ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്യണം. സാർ, ഈ ഹോസ്പിറ്റലിനെ പറ്റി ഒരുപാട് പേരോടൊക്കെ അന്വേഷിച്ചായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പായിട്ട്? ഞാനും ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു. ഓക്കെ. സാർ, ഇപ്പൊ അദ്ദേഹത്തിന് എത്ര വയസ്സായിട്ടുണ്ടാവും? അദ്ദേഹത്തിന് ഒരു 75 വയസ്സുണ്ടാവും മാഡം. ഇവിടെ തൊണ്ടയിലായിരുന്നു. അവരിവിടുത്തെ മരുന്ന് കഴിച്ചിട്ട് നല്ലതാണെന്നാ പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ സാർ, ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവിടുത്തെ മരുന്ന് സാർ കണ്ടിന്യൂ ചെയ്തോളൂ. മരുന്ന് കഴിച്ച് മാറിയതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം സാർ. താങ്ക് യു.